ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ശിവരാത്രിയായിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള പ്രാചീൻ ശിവമന്ദിറിൽ ശിവരാത്രി ആഘോഷത്തിന് വേണ്ടി പോയ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 400 വർഷം പഴക്കമുള്ള പ്രാചീൻ ശിവമന്ദിറും റാണിക്ക തലാബും ചേർന്നിട്ട് ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ സെയിം അമ്പലത്തിലാണ് ഞങ്ങൾ ശിവരാത്രി ആഘോഷത്തിന് വേണ്ടി പോകുന്നത്. അവരുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിട്ട് നന്നായിട്ടാണ് ഇവിടെ ശിവരാത്രി ആഘോഷിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ വൈകിട്ടൊരു 7:30 ആയപ്പോഴത്തേക്കുമാണ് അങ്ങോട്ട് പോയത്. കണ്ടില്ലേ, നല്ല തിരക്കായിരുന്നു. റോഡിൽ വഴി മുഴുവൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അകത്തെ പാർക്കിങ്ങൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് വെളിയിലാണ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ തിരക്കുണ്ടാവും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. അഥവാ പാർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്, സ്ഥലം കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളത് അവിടെ റോഡിൽ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് പോവാണ്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 7 ആർട്ടിലറി ബ്രിഗേഡ് എന്നുള്ള ആർമി യൂണിറ്റിൻ്റെ കീഴിലാണ് 400 വർഷം പഴക്കമുള്ള ഈ പ്രാചീൻ ശിവമന്ദിർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശിവരാത്രി സെലിബ്രേഷനൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഈ സെയിം ആർമി യൂണിറ്റാണ്. അപ്പോൾ അവരുടെ അണ്ടറിലുള്ള ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അത്രയും സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളതേ മെയിൻ റോഡിൽ നിന്ന് അമ്പലത്തിൻ്റെ അടുത്തേക്കുള്ള റോഡിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ റോഡ് മുഴുവൻ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വഴിയിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിറയെ മുള്ളൻപന്നീനെയൊക്കെ കണ്ടിട്ടുള്ളത്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ സൈഡിൽ കൂടെയാണ് മുള്ളൻപന്നിയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും അമ്പലത്തിൻ്റെ പുറകിലൊക്കെ ആയിട്ട് നിറയെ കാടാണ്. അപ്പോൾ ആ കാട്ടിനകത്ത് ഇതേപോലെ കുറേ വന്യജീവികളൊക്കെ ഉണ്ട്. മാനും മുള്ളൻപന്നിയും പിന്നെ നിറയെ മയിലും അങ്ങനെ. അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തിൻ്റെ അകത്തോട്ട് പോവാം. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നല്ല തിരക്കാണ്. ഇപ്പോൾ ആർമിയുടെ അണ്ടറിലാണെങ്കിലും സിവിലിയൻസിനും ഒക്കെ പ്രവേശനമുള്ള ഒരു അമ്പലമാണ്. ഞങ്ങൾ അന്ന് വന്നപ്പം കാറ് പാർക്ക് ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മുതൽ തന്നെ 2 ലൈനായിട്ട് ആൾക്കാരെ ക്യൂ നിർത്തിയേക്കാണ് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അത്രയും വലിയ ക്യൂ ആണ്. അപ്പോൾ ഈ ഇവിടെ നിന്ന് നടന്ന് അകത്ത് ചെല്ലണമെങ്കിൽ കുറേ ദൂരമുണ്ട്. അപ്പോൾ അത്രയും നീളത്തിൽ ക്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് അവിടെ അകത്ത് ശ്രീകോവിലിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്തൊരു വലിയ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്പലം സാധാരണ പോലത്തെ അല്ല, അതിലും കുറച്ച് കൂടുതലായിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് സമയം ക്യൂവിലൊക്കെ നിന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർ ക്യൂവിൻ്റെ കുറച്ച് മുമ്പിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ക്യൂ നിന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഞങ്ങൾക്ക് വേറെ വഴിയിൽ കൂടി കയറാൻ വേണ്ടിയിട്ട് അത്രയും സമയം ക്യൂവിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് വഴി കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ ആ വഴി കൂടെ അകത്ത് കയറി. അപ്പോൾ പക്ഷേ അകത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ഇവിടെ പുറത്ത് പ്രസാദ വിതരണം നടത്തുന്നുണ്ട്. എന്താണ്, പഴവും പിന്നെ കട്ട് ഫ്രൂട്ട്സും ഇത് ബദാം മിൽക്കാണേ, അതൊക്കെയാണ് പ്രസാദം. അപ്പോൾ ഇപ്പോഴും ക്യൂ ഒന്നും ഒരു കുറവും ഇല്ല. ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും തിരക്കാണ് ശിവരാത്രിക്ക് ഈ അമ്പലത്തിൽ അനുഭവപ്പെടുന്നത്. അവിടെ ബദാം മിൽക്ക് ഉണ്ടേ, അത് ഞാൻ പഠിക്കണ കൊണ്ടോ. ബദാം മിൽക്ക് തന്ന അതിനെ എവിടെ നിന്ന് എടുത്തോ വേണ്ട. അങ്ങനെ ഞങ്ങളത് തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോവാണേ.
അപ്പോൾ ഹനി പറയായിരുന്നു അകത്ത് നല്ല തിരക്കാണ്, അതുകൊണ്ട് നന്നായിട്ട് തൊഴാനൊന്നും പറ്റില്ല, ഭയങ്കര ഉന്തും തള്ളുമൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് ഹനി പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞ് ശിവരാത്രി ആഘോഷത്തിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അങ്ങോട്ടാ ബലൂൺ എടുത്തിട്ട് നമ്മൾ എങ്ങനെ ഹനി റെസ്റ്റോറൻറ്റിലൊക്കെ പോവാ?